കുഞ്ഞിനുണ്ടാക്കണ എങ്ങനെ പഠിച്ച റബ്ബ് റൂഹിന് ഊതുന്ന കൂട്ടത്തിൽ വേറെയും കുറച്ച് കാര്യങ്ങൾ പറയണ്ട. അതെന്താ? ഇസ്ലാം മതത്തിൽ ജനിച്ചു പോയത് കൊണ്ട് ജനിച്ചുപോയ ആ മതത്തെ തള്ളിപ്പറഞ്ഞാൽ കാശ് തരാൻ ഒരുപാട് ആൾക്കാർ ഈ നാട്ടിലുണ്ടെന്നറിഞ്ഞപ്പോൾ ആരിഫ് ഹുസൈൻ എന്ന ഹാർപ്പിക് ഹുസൈൻ പൊതുവേദികൾ കെട്ടിക്കൊണ്ട് പരസ്യമായി ഇസ്ലാം മതത്തെ തള്ളിപ്പറയുന്ന ഒരു സംവാദം, അതൊന്നും നമുക്ക് കേൾക്കാം. കുഞ്ഞിനുണ്ടാക്കണ എങ്ങനെ പഠിച്ച റബ്ബ് ഒരു ബീജത്തിൽ നിന്നിട്ട് അതിനിങ്ങനെ പല പല ഘട്ടങ്ങളാക്കി മാറ്റി നുത്തുഫത്തി, പിന്നെ ഇങ്ങനെ മാറ്റി ചോരക്കട്ട, മാംസക്കഷ്ടം, പിന്നെ ഇങ്ങനെ കഴിഞ്ഞ് 4 മാസം ആകുമ്പോൾ റൂഹിന് ഊതുന്ന കൂട്ടത്തിൽ വേറെയും കുറച്ച് കാര്യങ്ങൾ പറയണ്ട. അതെന്താ പറയാത്ത? എന്താ പറഞ്ഞോളൂ. ആ കുട്ടി സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് വരെ പറയുന്നില്ലേ? അല്ലേ? അപ്പൊ പിന്നെ അതായത് അപ്പൊ ആ 40ാമത്തെ 4 മാസം ആകുമ്പോ തന്നെ റൂഹിന് ഊതുന്നു എന്ന് പറയുമ്പോ തന്നെ ആ കുട്ടി സ്വർഗത്തിലാണോ നരകത്തിലാണോ എത്തുക വരെ തീരുമാനിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ ആ കുട്ടി ജനിച്ചു വീണ് കഴിയുമ്പോ പിന്നെ എന്തിനാണ് ഈ പ്രാർത്ഥിക്കണത്? ഓൾറെഡി ആ കുട്ടി നരകത്തിലോ സ്വർഗത്തിലോ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ലേ? ജനിക്കുന്നതിന് മുന്നേ തന്നെ ആ കുട്ടിയെ നരകത്തിൽ ഇടുന്നത് ശരിയാണോ? ഓൾറെഡി 4ാം മാസത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ അയാൾ നരകത്തിലാണ് എത്തുകയെന്ന്. പിന്നെ ഇനിയിപ്പോ എളുപ്പാക്കി കുഴപ്പാക്കി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ജനിക്കുന്നതിന് മുന്നേ തന്നെ ഒരാളെ നരകത്തിലേക്ക് അവിടെ നിശ്ചയിച്ചു വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പടച്ചോന് ചേർന്ന പണിയാണോ? ഇവന്റെ ഈ ചോദ്യത്തിന് ഇതുപോലെ മറുപടി കൊടുക്കാം. ആരിഫ് ഹുസൈൻ, നീ എന്നായാലും ചാകും, അത് ഇപ്പോൾ തന്നെ ചത്തൂടെ, നിനക്ക് ചാകാൻ വേണ്ടി കാത്തിരിക്കണോ? ഇനി ഇങ്ങനെയും ആരിഫ് ഹുസൈനോട് മറുപടി കൊടുക്കാം. ആരിഫെ, തനിക്ക് വിശക്കുമ്പോൾ താൻ ഭക്ഷണം കഴിക്കുന്നു, വിശപ്പ് മാറി പിന്നെയും വിശപ്പ് വന്നാൽ പിന്നെയും താൻ ഭക്ഷണം കഴിക്കുന്നു. താൻ പൊട്ടനാണോ? ഒരു 10 ദിവസത്തെ ഭക്ഷണം ഒരുമിച്ച് അങ്ങ് തട്ടിക്കൂടറോ തനിക്ക്? ഇനി ആരിഫ് ഹുസൈന് അടുത്ത മറുപടി. ഭക്ഷണം കഴിക്കാൻ വായ തന്നു നിനക്ക്, ആ ഭക്ഷണത്തിന്റെ വേസ്റ്റ് പോകാൻ ആസനവും തന്നു നിനക്ക്. 2 ദോരങ്ങളാണ്. ഈ 2 ദോരങ്ങളും നീ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആസനത്തിന്റെ ദോരം അടച്ചു വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന വായ കൊണ്ട് നീ വേസ്റ്റും പുറന്തള്ളുക. ഇതുപോലെ ഒരുപാട് മറുപടി ഇവന് കൊടുക്കാം. ഹദീസുകൾ പറയുന്നുണ്ട്, ഒരു മാതാവ് ഒരു കുട്ടിയെ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ 120ാമത്തെ ദിവസം ഒരു മാലാക ആ കുഞ്ഞിന്റെ അടുത്ത് വരികയും ആ കുഞ്ഞിന്റെ ആത്മാവിൽ എഴുതി വെക്കുകയും ചെയ്യും. എന്താണ് എഴുതി വെക്കുന്നത്? റിസ്ക്, ഉടമ്പടി, അവന്റെ ആയുസ്സും, അവൻ സന്തോഷവാനായിരിക്കുമോ ദുഃഖവാനായിരിക്കുമോ എന്നുള്ള വിഷയങ്ങൾ, അവൻ സ്വർഗവാസിയാകുമോ നരകവാസിയാകുമോ എന്നും എഴുതി വെക്കും. അല്ലാതെ പറയുകയല്ല ചെയ്യുന്നത്. ഇവൻ പറയുന്നുണ്ടല്ലോ എന്നാണ്, പറയുകയല്ല ചെയ്യുന്നത്, എഴുതി വെക്കുക. അവൻ്റെ ആത്മാവിൽ അത് എഴുതപ്പെടും. ഈ എഴുതിയ കാര്യങ്ങൾ ഇവൻ എന്നാണ് അറിയുക? ഇവൻ്റെ മരണസമയത്താണ് ഇവൻ ആ എഴുത്ത് എവിടെയാണ് എഴുതി എന്നുള്ള കാര്യം ഇവനെ തന്നെ അറിയുക എന്നാണ് ഇസ്ലാം മത വിശ്വാസികൾ വിശ്വസിക്കുന്നത്. നോട്ട് ദ പോയിന്റ്. ഇതിൽ പറയുന്നത് എഴുതി വെക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അല്ലാതെ നീയോട് പറയുന്നില്ല നീ സ്വർഗത്തിലാണ് മോനെ, നീ നരകത്തിലാണ് മോനെ എന്ന് പറയുന്നില്ല. ഇതെന്തിനാണ് എഴുതുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എല്ലാം മുൻകൂട്ടി അറിയുന്നവനാണ്. മനുഷ്യ, നീ വെറും പരീക്ഷണ വസ്തു മാത്രമാണെന്ന് മരണസമയത്ത് നീ തിരിച്ചറിയുവാൻ വേണ്ടി മാത്രമാണ് ഇപ്രകാരം എഴുതി വെക്കുന്നത്.